എക്സ്പോണൻഷ്യൽ സീരീസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കും. സീരീസ് എന്ന് പറഞ്ഞാൽ കുറെ ടേമുകളെ സം ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് ജനറലി അറിയാവുന്ന ഒരു സീരീസ്, നമ്മൾ ജോമെട്രിക് സീരീസ്, അരിത്തമെറ്റിക് സീരീസ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് വരെയൊക്കെ അല്ലെങ്കിൽ +1 +2 നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ പഠിച്ചിട്ട് കാണും. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് ആദ്യം ഉള്ളത് ഇൻഫിനിറ്റ് സീരീസ്, ഇൻഫിനിറ്റ് ജി പി ആണ്. അപ്പൊ ഇൻഫിനിറ്റ് ജി പി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ജസ്റ്റ് ഫോർമുല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ്, ജോമെട്രിക് പ്രോഗ്രഷൻ എന്നും പറയും, സീരീസ് എന്നും പറയാറുണ്ട്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് എടുക്കാം. അവിടുത്തെ എലമെന്റുകളുടെ ഫോം എന്താ? ആദ്യത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എ എന്നും, അതിന്റെ കോമൺ റേഷ്യോ ആർ ആണെങ്കിൽ അടുത്ത എലമെന്റ് എ ആർ, അടുത്ത് എന്ത് വരും? എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ 1 minus r provided modulus of r is less than 1. ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ സം എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ 1 minus r ആയിരിക്കും. അപ്പം ഇതാണ് ഇൻഫിനിറ്റ് ജി പിയുടെ ഫോർമുല പറയുന്നത്. അപ്പൊ ഈ ഫോർമുല ഒക്കെ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാം. നമ്മൾ സം ഓഫ് ദി സീരീസ് ഒക്കെ കാണാം. എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഒക്കെ കേസിൽ സം കാണേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻഫിനിറ്റ് ജി പി ആണ്. ഫസ്റ്റ് n ടേംസിൽ വേറെ ഫോർമുലയാണ്. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഇൻഫിനിറ്റ് സീരീസ് ആകുമ്പോൾ അതിന്റെ ഫോർമുല ഫസ്റ്റ് ടേം എ കോമൺ റേഷ്യോ ആർ, എ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ എന്നുള്ളതാണ് വരുന്നത്. അതാണ് ഇൻഫിനിറ്റ് സീരീസ്. ഇനി രണ്ടാമത് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ് എൻ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ നമ്മൾ ഓൾറെഡി പെർമിറ്റേഷൻ കണ്ടപ്പോൾ കണ്ടതാണ്. എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 into 3 into etc. up to n ടേംസിന്റെ പ്രൊഡക്റ്റ് ആണ്. വേർ n എലമെന്റ് ഓഫ് n, n ഒരു ഇന്റിജർ ആണെങ്കിൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന 1 into 2 into 3 into etc. up to n ടേംസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് ഈ ഫോർമുലാസ് എല്ലാം പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 raised to n minus 1 is less than or equal to n factorial for all പോസിറ്റീവ് ഇന്റിജേഴ്സ്. n ഒരു പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ നമ്മൾ സപ്പോസ് n equal to 1 എടുക്കുമ്പോൾ n equal to 1 ആണെങ്കിൽ 2 raised to 1 minus 1 എന്ന് പറയുന്നത് 2 raised to 0 1 ആണ്. രണ്ട് സൈഡും ഈക്വൽ വരും, 1 ആണ്. n equal to 2 എടുത്താലോ, n equal to 2 എടുക്കുമ്പോൾ 2 raised to 2 minus 1 അത് 2 ആണ്. രണ്ട് സൈഡും 2, അവിടെ ഈക്വൽ ആണ്. പക്ഷെ 3 തൊട്ട് നമ്മൾ നോക്കുമ്പോൾ 3 എടുക്കുമ്പോൾ 2 raised to 2 സ്ക്വയർ അല്ലെ, 2 ക്യൂബ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ 2 raised to 3 minus 1 എന്ന് പറയുന്നത് 4, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6. അപ്പൊ ഫാക്ടോറിയൽ അല്ലേ വലുത്. അപ്പൊ 2 raised to n minus 1 ഉം n ഫാക്ടോറിയലും കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് ടേംസിന് അത് ഈക്വൽ ആണ്. ബാക്കിയുള്ള ടേംസ് വരുമ്പോഴത്തേക്ക് n ഫാക്ടോറിയൽ ആയിരിക്കും വലുത്. ഈ റിസൾട്ട് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. 1 plus x raised to y യുടെ ഫോർമുല, അത് a plus b raised to n വെച്ചിട്ട് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ തന്നേക്കുന്ന ഫോർമുല ഞാൻ അങ്ങനെ ഒന്നുള്ളതേ ഉള്ളൂ. 1 plus x raised to y യുടെ ഫോർമുലയാണ് 1 plus yx plus y into y minus 1 by 1 into 2 x square plus y into y minus 1 y minus 2 divided by 1 into 2 into 3 x cube plus etc. ഇതാണ് 1 plus x raised to y യുടെ ഫോർമുല. ഇത് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അടുത്തത് ഫോർ ദ കോംപ്ലക്സ് നമ്പർ, അതും നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട്. +2 കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഫോർ ദ കോംപ്ലക്സ് നമ്പർ a plus ib, നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ a plus ib ഫോമിൽ എഴുതുവാണെങ്കിൽ a എന്ന് പറയുന്നതിന്റെ റിയൽ പാർട്ടും b എന്ന് പറയുന്നതിന്റെ ഇമാജിനറി പാർട്ടും ആയിരിക്കും. റിയൽ പാർട്ട് is equal to a and complex part is equal to b. അപ്പം ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത് ഐയുടെ കൂടത്തിൽ വരുന്നതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്നും അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട്, കോംപ്ലക്സ് പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് എന്നും. റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്, എ എന്ന് പറയുന്ന റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ബി. ഐയുടെ കൂടത്തിൽ വരുന്നതിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇ റേസ് ടു ഐ തീറ്റ, ഈ റിസൾട്ട് അറിയാമോ? ഇ റേസ് ടു ഐ തീറ്റ, ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നതാണ്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ റിസൾട്ട് നമുക്ക് എപ്പോഴും വേണ്ട ഒരു റിസൾട്ടാണ്. ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ.
പിന്നെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് NCR. NCRും NC(n-R)ഉം സെയിം ആണ്. അതിന്റെ വാല്യൂ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ്, നമ്മൾ പെർമിറ്റേഷന്റെ കേസിൽ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. കോമ്പിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് NCR എന്ന് പറയുന്നത്. NC(n-R) ആണ് അതിന്റെ ഫോർമുല. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-R ഫാക്ടോറിയൽ. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് ആദ്യം ഫോർമുല അങ്ങ് പറഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ സീരീസ് ഡിഫൈൻ ചെയ്യാം. എക്സ്പോണൻഷ്യൽ സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് പ്ലസ് എക്സ്, ആ ഒരു ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോണൻഷ്യൽ സീരീസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ സം ഓഫ് ദ ഇൻഫിനിറ്റ്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഇ ആണ്. ഇ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഇയെ ഡിഫൈൻ ചെയ്യുവാണ്. ദ സം ഓഫ് ദി ഇൻഫിനിറ്റ് സീരീസ്. ദ സം ഓഫ് ദി ഇൻഫിനിറ്റ് സീരീസ്. ഈ ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മിനെയാണ് നമ്മൾ ഇ ആയിട്ട് എടുക്കുന്നത്. 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ ഇൻഫിനിറ്റ് സീരീസിനെയാണ് നമ്മൾ ഈ സ്മോൾ ഇ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഈസ് ഡിനോട്ടഡ് ബൈ ഇ. ഈസ് ഡിനോട്ടഡ് ബൈ ഇ. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന്റെ വാല്യൂ 2.7 സംതിങ് ഫോമിലാണ് വരുന്നത്. അപ്പം ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ ഈ 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര, ഇതിനെയാണ് നമ്മൾ ദ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. ഇൻഫിനിറ്റ് സീരീസ് ഇസ് ഡിഫൈൻഡ് ആസ് 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസ്. ഇതിന്റെ അകത്ത് ന്യൂമറേറ്ററിന്റെ അകത്ത് എക്സ് ടേമും കൂടെ വരുമ്പോഴത്തേക്കും എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അങ്ങനത്തെ ടേമും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ ഇ റേസ് ടു എക്സ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഇയുടെ വാല്യൂ 2-നും ഈ വാല്യൂ എന്ന് പറയുന്നത് 2-നും 3-ക്കും ഇടയ്ക്ക് വരും ആണെന്ന് കാണിക്കാൻ പറ്റും. അടുത്തത് the value of 2. The value of E lies between 2 and 3. അടുത്ത റിസൾട്ട് അതാണ്. ഇയുടെ വാല്യൂ ആദ്യം നമ്മൾ ഇ ഡിഫൈൻ ചെയ്തു. ഇ എന്ന് പറയുന്നത് 1 പ്ലസ് 1/5 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഈ ഇയുടെ വാല്യൂ 2-നും 3-ക്കും ഇടയ്ക്കാണ് കാണിക്കേണ്ടത്. അപ്പം ഇത് 2-നേക്കാളും വലുതാണെന്നുള്ളത് എവിഡന്റ്. കാരണം എന്താ? ഇ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ? ഇതും കൂടെ തന്നെ 2 ഉണ്ട്. 2-ന്റെ കൂടെ കുറച്ചും കൂടെ ഈ നമ്പറുകളെല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ 2-ന്റെ കൂടെ കുറെ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇ ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയാമല്ലോ. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. Since the sum of first two terms is equal to 2, since the sum of first two terms is equal to 2, ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയും. ആൻഡ് all other terms are positive. ഇതെല്ലാം പോസിറ്റീവാ. all other terms are positive. We have E greater than 2. അത് ക്ലിയർ ആണോ? ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ ഇയുടെ വാല്യൂ ഇങ്ങനെ ആയതുകൊണ്ട് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ എന്താ 2 ആണ്. അപ്പൊ ഇതും കൂടെ 2 ആണ്. പിന്നെ 2 പ്ലസ് കുറെ പോസിറ്റീവ് ടേംസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ 2 പ്ലസ് കുറെ പോസിറ്റീവ് ടേംസ് ആണ് ഇ. അപ്പൊ ഇയുടെ വാല്യൂ എന്തായാലും ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇനി നമുക്ക് ഇയുടെ വാല്യൂ ലെസ് ദാൻ 3 ആണ് കാണിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. Now consider E minus 1. അപ്പൊ E എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്താൽ ഫ്രം ഇക്വേഷൻ 1 E minus 1 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അതൊന്ന് 1 മാറ്റിക്കഴിഞ്ഞാൽ 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഇനി നമുക്കറിയാം
1/1 ഇനി നമ്മൾ ഇതിലെ ഓരോ ടേമിനെയും നമ്മൾ അതിനേക്കാളും ചെറിയ നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അപ്പൊ E-1 എന്ന് പറയുന്നത് 1/1 ഫാക്ടോറിയൽ 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് ഇടയ്ക്കത്തെ ടേം നമുക്ക് 1/n ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ കണ്ടൊരു റിസൾട്ട് ആണ് 2n-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. നമ്മൾ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണെങ്കിൽ അത് അറിയാലോ അല്ലെ, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണെങ്കിൽ 1/a വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/b. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പം 2n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് റിസൾട്ട് ഉണ്ട്. അപ്പം 1/2n-1 വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1/n ഫാക്ടോറിയൽ is less than or equal to 1/2n-1. അപ്പൊ നമുക്ക് ഓരോ n ഫാക്ടോറിയൽ ഇവിടുത്തെ 2 ഫാക്ടോറിയലിന് പകരം 1/2 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ n ഫാക്ടോറിനെ അതിനേക്കാളും ചെറിയ 2 അതിനേക്കാളും വലിയ നമ്പർ വെച്ച് നമ്മൾ n ഫാക്ടോറിയൽ 1/n ഫാക്ടോറിയൽ ആണ് ചെറുത്, ഓരോ നമ്പറിനെയും അതിനേക്കാളും വലിയ 1/2n-1 വെച്ച് റീപ്ലേസ് ചെയ്യാം. Therefore, equation 2 becomes E-1 is equal to, first term നമ്മൾ അതുപോലെ തന്നെ ഇട്ടു, ഈ ലെസ് ദാൻ ആദ്യത്തെ ടേമിന് വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ 1/2 ഫാക്ടോറിയൽ 1/2 ഫാക്ടോറിയൽ ഇവിടുത്തെ അനുസരിച്ച് എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്നല്ലേ വരുന്നത്. 1/2 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അടുത്തത് 1/3 ഫാക്ടോറിയൽ 1/3 ഫാക്ടോറിയൽ is less than or equal to 1/2 square. അടുത്തത് 1/2 cube etc. 1/n ഫാക്ടോറിയൽ ആകുമ്പോൾ 1/2n-1 പ്ലസ് എക്സെട്ര. അപ്പൊ ഇത്രയും ചെയ്ത പ്രോസസ് ഒന്നും കൂടെ പറയാം. നമ്മൾ ഈയുടെ വാല്യൂ ആദ്യത്തെ രണ്ട് ടേംസ് തന്നെ 2 ആണ്, ബാക്കിയുള്ള ടേംസുകളും പോസിറ്റീവ് ആയതുകൊണ്ട് ഈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈയുടെ വാല്യൂ ലെസ് ദാൻ 3 ആണെന്നാണ് കാണിക്കേണ്ടത്. ഈയുടെ വാല്യൂ ലെസ് ദാൻ 3 എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ E-1 കൺസിഡർ ചെയ്യും. E-1 കൺസിഡർ ചെയ്യുമ്പോൾ 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 1/n ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതൊരു ഇൻഫിനിറ്റ് ടേംസ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ് 2n-1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ആണ്. 2n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ആയതുകൊണ്ട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പൊ 1/2n-1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n ഫാക്ടോറിയൽ എന്ന് വരും. അല്ലെങ്കിൽ 1/n ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തിരിച്ച് ഈ സൈഡ് നമ്മൾ ആദ്യം എഴുതിയ നമുക്ക് 1/n ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n-1. ഇവിടുത്തെ എലമെന്റുകളെല്ലാം 1/n ഫാക്ടോറിയൽ ഫോമിലല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഓരോ നമ്പറിനെ നമുക്ക് അതിനേക്കാളും വലിയ 1/2n-1 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 2വിനെ നമുക്ക് 1/2 വെച്ചിട്ട്, 3യെ നമുക്ക് 1/2 വെച്ചിട്ട്, 1/4 ഫാക്ടോറിയൽ നമുക്ക് 1/2 വെച്ചിട്ട് ഓരോ നമ്പറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെന്തായിട്ട് മാറും, ഇക്വേഷൻ 2 നമ്മൾ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. E-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഫസ്റ്റ് ടേമിന് മാറ്റമില്ല, 1/2 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2, 1/3 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 1, അപ്പൊ 2 സ്ക്വയർ വരും. 1/4 ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 1/2 ക്യൂബ്. 1/n ഫാക്ടോറിയൽ വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n-1. ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുന്ന ഒരു ജോമെട്രിക് സീരീസ് അല്ലേ. ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ r എന്ന് പറയുന്ന 1ഉം അല്ലേ. ഇത് ar സ്ക്വയർ ar ക്യൂബ് ar⁻n-1 പ്ലസ് എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം 1ഉം r കോമൺ റേഷ്യോ 1/2 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ ജോമെട്രിക് സീരീസിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിനെ നമുക്ക് 1/1 - 1/2, കാരണം ഇവിടെ a is equal to 1, r is equal to 1/2. ഇത് a plus ar plus etc. ഇൻഫിനിറ്റ് സീരീസ് ഫോമിന്റെ അകത്ത് a equal to 1, r is equal to 1/2. ഈ സമ്മിന്റെ ഫോർമുല a divided by 1 minus r. അപ്പൊ 1 divided by 1 minus 1/2 which is equal to 1 divided by 1 minus 1/2 1/2 ആണ്. അപ്പം നമ്മൾ ന്യൂമറേറ്റർ റെസിപ്രോക്കൽ ആണ് 1 divided by 1/2 എന്ന് പറയുന്നത് 2 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, E-1 is less than or equal to 2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്തായിരുന്നു, E-1 ആണ്. അപ്പൊ E-1 is
E minus 1 less than or equal to 2 implies E less than or equal to 3. Therefore, 2 less than or നമുക്ക് E greater than 2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. Therefore, we have നമ്മളത് ഓൾറെഡി ചെയ്തതാണ്. Therefore, 2 less than E less than or equal to 3 എന്ന് പറയും. Therefore, E യുടെ വാല്യൂ 2 നും 3 ക്കും ഇടയ്ക്ക് കിടക്കുമെന്ന് പറയാൻ പറ്റും.